കഴിച്ചു നോക്കിയ തക്കാളിയുടെ ഫ്രൈയും ഇങ്ങനെയുണ്ട്. സൂപ്പർ ആണല്ലേ? കുരുമുളകും തക്കാളിയുടെ ചെറിയൊരു പുളിയും സവോള ചെറിയൊരു മധുരം ഒക്കെ ആയപ്പം അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഹായ്, സംസാരം ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചൂടോടെ ഓംലേറ്റ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഒത്തിരി ഇഷ്ടം. സൂപ്പർ ടേസ്റ്റ് ഒരു ഓംലേറ്റ് ഉണ്ടാക്കിയാലോ? നമ്മളെ തട്ടുകടകളിൽ നിന്നൊക്കെ നല്ല ചൂടോടെ നമ്മൾ ഓംലേറ്റ് കഴിച്ചിട്ടില്ല. നമ്മൾ എവിടെയെങ്കിലൊക്കെ യാത്ര ചെയ്ത് പോകുമ്പോൾ കാറൊക്കെ നിർത്തി, വഴി സൈഡിൽ കാറൊക്കെ നിർത്തിയിട്ട് നമ്മളൊരു ചൂട് ഓംലേറ്റ് ഒക്കെ കഴിച്ചിട്ടല്ലേ നമ്മൾ പോകുന്നത്. അപ്പം അതേ രീതിയിൽ കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് നല്ലൊരു ഓംലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതാണ് ഞങ്ങളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മുട്ട ഓംലേറ്റ് നമുക്ക് തയ്യാറാക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് സവോളയും തക്കാളിയും വഴറ്റിയെടുക്കണം. ഞങ്ങൾ രണ്ട് മീഡിയം സൈസിലുള്ള സവോള ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി നല്ലതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ്. അത് നമുക്ക് എണ്ണ ഒഴിച്ച് അതിലിട്ടൊന്ന് വാട്ടിയെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി നമുക്ക് അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വഴന്നു പോകണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതിയല്ലോ. ഓംലേറ്റിന്റെ ടേസ്റ്റ് ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ടല്ലേ. സവോളയുടെ നല്ലൊരു ടേസ്റ്റാ. ഇതിൽ പകുതി സവോള നമ്മൾ ഓംലേറ്റ് അടിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ ബാക്കി സവോളയും പിന്നെ കൂടുതൽ തക്കാളിയും കൂടെ വഴറ്റി ചേർക്കുന്നത് നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കിയ ശേഷം അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് മടക്കി വെച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം പകുതി സവോള നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി സവോളയിലേക്ക് ഈ തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കൊരല്പം ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ഇടാം. പാടി വന്നിട്ടുണ്ടല്ലേ? നമുക്ക് ഇനി പ്ലേറ്റിലേക്ക് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുരുമുളക്. സാധാരണ ഓംലേറ്റ് അടിക്കുമ്പോൾ നമ്മൾ പച്ചമുളകൊക്കെ ചേർക്കും. നമ്മൾക്കിത് പച്ചമുളകൊന്നും ചേർക്കാതെ വളരെ ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പൊ പ്രത്യേക ഒരു രുചിയാണ്. നമുക്ക് ആയിട്ടുണ്ടല്ലേ? നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയാലോ? ബൗളിലേക്ക് മാറ്റി വെക്കാം. മുട്ട ഓംലേറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് മുട്ടയുടെ വെള്ള ഉള്ളി നമുക്കൊന്ന് വേർതിരിച്ചെടുക്കണം. നമ്മൾ 2 ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേർതിരിച്ചെടുക്കാം. ഇനി നമുക്ക് ഉണ്ണി എടുക്കാം അല്ലേ? മുട്ടയുടെ മുൾഭാഗം നമ്മൾ ചെറിയൊരു കത്തിയോ മറ്റെന്തെങ്കിലും ചെറിയൊരു മുന ഉപയോഗിച്ച് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തിയിട്ട് എടുക്കുകയാണെങ്കിൽ വെള്ളയും ഉണ്ണി അത് വേറെ വേറെ എടുക്കാൻ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. 3 മുട്ടയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. 3 നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ വെള്ളം നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. മുട്ടയുടെ ഉണ്ണിയും വെള്ളയും വേർതിരിച്ച് നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. നമ്മൾ ഉപ്പും കുരുമുളകും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ആദ്യം നമ്മൾ വഴറ്റി വെച്ച സവോളയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തല്ലേ? ഇനി നമുക്ക് വെള്ളയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് അടിച്ചു വെച്ചാൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ സാവകാശത്തിലൂടെ നമുക്ക് മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഓംലേറ്റ് ആക്കി എടുക്കാം. മിക്സ് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ചത് ഓംലേറ്റ് ആക്കി എടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നിനക്കൊരു അല്പം വെളിച്ചെണ്ണ നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം. എണ്ണ ചൂടായി. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓംലെറ്റ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നല്ല രീതിയിൽ നല്ല വേവുണ്ട്. ഒരേപോലെ ബ്രൗൺ കളർ ആവുന്നോടം വരെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണം. മറിച്ചിടുന്നില്ല. മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മയം നഷ്ടപ്പെടും. അപ്പം മറിച്ചിടാതെ തന്നെ നമ്മളത് ബ്രൗൺ കളറാക്കി എടുക്കണം. ഇങ്ങനെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ബ്രെഡിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാ അല്ലേ?
ഞങ്ങൾ ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യം കുറച്ച് തക്കാളി സവോളയും കൂടെ ഒക്കെ വഴറ്റി വെച്ചിരുന്നല്ലോ. ആ വഴറ്റി വെച്ചതോടെ ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് മടക്കി വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം ആ രീതിയിൽ കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതിന് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഓംലേറ്റ് ആക്കി എടുത്തിട്ട് കഴിച്ചാലും മതി. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ വഴറ്റി വെച്ചതും കൂടി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി സവോളയൊക്കെ ഫ്രൈ ചെയ്ത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മടക്കിയിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല അടിപൊളിയായില്ലേ? നല്ല ദോശയൊക്കെ ഇരുന്നാലും സൂപ്പറായിട്ടുണ്ട്. മുട്ട ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ചൂടോടെ കഴിക്കണല്ലേ? മുട്ട ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ നല്ല പരുവത്തിനായിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കഴിക്കാൻ നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ഉഗ്രൻ ടേസ്റ്റ് ആണ്. ഈ രീതി നന്നായിട്ട് ഈ രീതി തന്നെ ഫ്രൈ ആക്കി എടുക്കണം, എന്നാലേ അതിന്റെ ടേസ്റ്റ് ഉള്ളൂ. തക്കാളി സവോളയൊക്കെ നന്നായിട്ട് ചേർന്ന് നല്ല ചൂടോടെ കഴിക്കുമ്പോൾ ഒരു സൂപ്പർ ടേസ്റ്റാ. അതുപോലെ നല്ല കടുപ്പത്തിലൊരു കട്ടൻ കാപ്പി കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഓംലേറ്റ് തന്നെ കഴിക്കാൻ, ഇപ്പൊ അത് ഇഷ്ടമല്ലെങ്കിൽ ബ്രെഡിനൂടെ കഴിക്കാനാണെങ്കിലും ഏത് രീതി കഴിക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എല്ലാവരും ഇതേ രീതി ട്രൈ ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, പ്രിയപ്പെട്ടവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.